നമസ്കാരം. ബംഗാളിൽ മമതാ ബാനർജി ഏതാണ്ട് പരാജയം ഉറപ്പിച്ച മട്ടിലാണ് നിൽക്കുന്നത്. തിരഞ്ഞെടുപ്പ് വാർത്തകൾ സ്പോൺസർഡ് ബൈ BLM. പാർട്ടി ഏതുമാകട്ടെ എല്ലാവരും വോട്ട് ചെയ്യുക. ഈ മത്സരോത്സവം ഏറ്റവും നല്ല സർക്കാരിനെ ലഭിക്കാൻ. BLM ജനപക്ഷത്തിൽ തകർക്കാനാകാത്ത വിശ്വാസം. ചണ്ഡീഗഡ് ഉൾപ്പെടെയുള്ള അതായത് ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഓരോ നീക്കങ്ങളും പണ്ട് മാവോയിസ്റ്റുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ഭാരതം മാവോയിസ്റ്റ് മുക്തമായതോടെ മാവോയിസ്റ്റുകളുടെ ശല്യം തന്നെ ഇല്ലാതായിരിക്കുകയാണ്. എന്നാൽ പശ്ചിമ ബംഗാളിൽ ദീദി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന മമതാ ബാനർജി മാവോയിസ്റ്റുകളുടെ സ്വഭാവമാണ് നിലവിൽ കാണിച്ചു കൂട്ടുന്നത്. അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബംഗാളിലെ മാൽഡ ജില്ലയിൽ SIR അതായത് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ പ്രക്രിയയുടെ ഭാഗമായി വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ ഒഴിവാക്കപ്പെട്ടതിൽ പ്രതിഷേധിച്ച് 7 ജഡ്ജിമാരെ അടക്കം ഉദ്യോഗസ്ഥരെ, അതായത് 7 ജഡ്ജിമാരെ അടക്കം ഒരു 9-10 ഉദ്യോഗസ്ഥരുണ്ട്. അവരെ 9 മണിക്കൂറിലധികമാണ് തടഞ്ഞുവെച്ച് ബന്ദിയാക്കിയത്. ജനങ്ങളാണ് ബന്ദികളാക്കിയതെന്നാണ് ആദ്യം മമത പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും അവസാനം സുപ്രീം കോടതി പറഞ്ഞ വാചകമാണ് കള്ളത്തനങ്ങൾ പൊളിഞ്ഞ് പാളിസായത്. അതായത് നമുക്കറിയാം ആരാണ് ജഡ്ജികളെ തടഞ്ഞു വെച്ചതെന്ന് സുപ്രീം കോടതി പറയുമ്പോൾ മമതയോട് വിളച്ചിലെടുക്കരുത് എന്ന് പറയാതെ പറയുകയാണ് സുപ്രീം കോടതി. ഒരു കാരണവശാലും പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കരുത് എന്നാണ് മമതയുടെയും തൃണമൂൽ കോൺഗ്രസിന്റെയും ലക്ഷ്യം. നിലവിൽ 7 ജഡ്ജിമാരെ അടക്കം 9 ഉദ്യോഗസ്ഥരെ ബന്ദിയാക്കിയ സംഭവത്തിൽ അന്വേഷണം NIAക്ക് വിട്ടുകൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉത്തരവ് പുറപ്പെടുവിച്ചത് മമതയ്ക്ക് അത് കനത്ത ഒരു തിരിച്ചടിയായി മാറിയെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മമതാ ബാനർജിയുടെ നിർദ്ദേശപ്രകാരമാണ് ജഡ്ജിമാരെ ബന്ദികളാക്കിയതെന്നാണ് പുറത്തേക്ക് വരുന്ന വിവരം. എന്തായാലും മമതാ ബാനർജിയുടെ സർക്കാരിന്റെ അറിവില്ലാതെ ജഡ്ജിമാരെ ബന്ദികളാക്കാൻ ജനം കൂട്ടാക്കില്ല എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിഗമനം. ജഡ്ജിമാരെ ബന്ദികളാക്കിയ ഗുരുതരമായ സംഭവത്തിൽ അന്വേഷണം NIAക്ക് വിട്ടത് മമതാ ബാനർജി സർക്കാരിന് വലിയ രീതിയിലുള്ള ഒരു ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. SIR പ്രക്രിയയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരുടെ സുരക്ഷയെക്കുറിച്ച് സുപ്രീം കോടതി ആശങ്ക പ്രകടിപ്പിച്ചതിനാൽ സുപ്രീം കോടതി കേന്ദ്ര ഏജൻസിയായ CBIയോ അല്ലെങ്കിൽ NIAയോ അന്വേഷണം നടത്തി ഏപ്രിൽ 6 പ്രാഥമികമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സുപ്രീം കോടതി ഉത്തരവിട്ടത്. അതുകൊണ്ടാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറാണ് ഈ കേസ് NIA അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഉത്തരവ് തന്നെ പുറപ്പെടുവിച്ചത്. മാൽഡ സംഭവത്തിൽ അന്വേഷണം ആരംഭിക്കുന്നതിനായി NIA സംഘം ഇന്ന് പശ്ചിമ ബംഗാളിൽ എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. എങ്കിലേ അവർക്ക് ഏപ്രിൽ 6 റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ, അതായത് പ്രാഥമിക റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിക്കാൻ കഴിയുകയുള്ളൂ. ജഡ്ജിമാരെ ബന്ദിയാക്കിയത് മമതാ ബാനർജി നിയമ സംവിധാനത്തോട് നടത്തിയ വെല്ലുവിളിയായി മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നത് കൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്ന ചുമതലയിലായിരുന്ന 7 ജുഡീഷ്യൽ ഓഫീസർമാരെയാണ് മാൽഡയിലെ കാലിയാചക് 2 ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസിൽ വെച്ച് ജനക്കൂട്ടം തടഞ്ഞുവെച്ചത്. വോട്ടർ പട്ടികയിൽ നിന്ന് വ്യാപകമായി പേരുകൾ നീക്കം ചെയ്യുന്നുവെന്ന് ആരോപിച്ച് ബുധനാഴ്ച വൈകുന്നേരം 4 മണി മുതൽ അർദ്ധരാത്രി വരെയായിരുന്നു ജഡ്ജിമാരെ പിടിച്ചുവെച്ച് ബന്ദിയാക്കിയത്. തടഞ്ഞു വെക്കപ്പെട്ടവരിൽ 3 വനിതാ ഓഫീസർമാരും ഉൾപ്പെടുന്നുണ്ട്. NIA സംഘം ഇന്ന് പശ്ചിമ ബംഗാളിലേക്ക് എത്തുകയാണ്. കൂടാതെ കേന്ദ്രസേനയും ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. സംഭവത്തിൽ ഇതുവരെ 18 പേരെ അറസ്റ്റ് ചെയ്തുവെന്നാണ് ബംഗാൾ പോലീസ് അറിയിച്ചിട്ടുള്ളത്. 3 വനിതകൾ ഉൾപ്പെടെ 7 ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരാണ് പ്രതിഷേധക്കാരുടെ കൈകളിൽ അകപ്പെട്ടത്.